എല്ലാവരും ആശങ്കയിലാണ്. ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ്. എന്തിന് ഭരണകൂടം ജനങ്ങളെ ഇങ്ങനെ പരിഭ്രാന്തിയിലാക്കുന്നു? ഇതിന് രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അതായത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമായിരുന്നല്ലോ ഭിന്നിപ്പിച്ചു ഭരിക്കുക. ബ്രിട്ടീഷുകാരത് വളരെ തന്ത്രപൂർവ്വം നടപ്പാക്കി. കഴ്സൺ പ്രഭു 1905 ഭിന്നിപ്പിച്ചു ഭരിക്കുന്നതിനുള്ള തന്ത്രം പാസാക്കി എടുത്തു. മുസ്ലിങ്ങളെയും ഹിന്ദു സഹോദരങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചു. അവരത് ജ്വലിപ്പിച്ച് നിർത്താൻ പറ്റി അവർക്ക്. അങ്ങനെയാണ് അത് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് അവസാനം അനന്തരം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് വഴിതെളിച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ മനംനൊന്ന നമ്മുടെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ അന്ന് അറിയപ്പെടുന്നത് എന്തെന്നറിയോ? ദേശീയ മുസ്ലിം എന്നാണ്. നമ്മളെല്ലാം ദേശീയ മുസ്ലിങ്ങളാണ്. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. ദേശീയ മുസ്ലിങ്ങളാണ്. ഈ ദേശീയ മുസ്ലിങ്ങളെന്ന് നമ്മളെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ല, ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും മൗലാന അബ്ദുൽ കലാം ആസാദും തുടങ്ങിയിട്ടുള്ള നേതാക്കളാണ്. അവർ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന ആളുകളാണ്. അവരൊരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അപ്പോൾ അവരുടെ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണെന്നറിയോ? അന്ന് തീരുമാനമെടുത്തതാണ് ഇന്ത്യ എന്നത്തെ കാലത്തും ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായിട്ട് തുടരും എന്നുള്ള തീരുമാനമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന ശില, രാജ്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മതനിരപേക്ഷതയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും പരസ്പരം എല്ലാവരും സഹോദരങ്ങളായിട്ട് കഴിയാനും ഉള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാഴ്ചപ്പാടിലാണ് ഭാരതം കെട്ടിപ്പടുത്തത്. അപ്പൊ നമ്മുടെ ഭരണഘടന പിന്നീട് വരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താണ്? അതും സെക്യുലറിസമാണ്, മതനിരപേക്ഷതയാണ്. അപ്പൊ ഇപ്പൊ പല ആളുകൾക്ക് സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കുറെ ആളുകളെ കൂലി കൊടുത്താക്കിയിട്ടുണ്ട്. വലിയ അഭിഭാഷകരെന്ന് കരുതുന്ന ചില ആളുകളെ, ഹരീഷ് സാൽവെ പോലുള്ള അഭിഭാഷകനെ കൊണ്ടൊക്കെ അഭിപ്രായം പറയിപ്പിക്കുന്നത്. അത് സർദേശായി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഭാരതത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം മതനിരപേക്ഷതയാണോ എന്ന് ചോദിച്ചപ്പോൾ സംശയമാണ് അദ്ദേഹത്തിന് കേട്ടോ. പെട്ടെന്ന് ഭാരതത്തിന്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് മതനിരപേക്ഷയാണെങ്കിൽ ഭാരതത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് മതനിരപേക്ഷയാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് സംശയം വരേണ്ട കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് വലിയ സംശയമാണ്. അദ്ദേഹം സംശയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. സംശയം തീർക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ ഈ സംശയത്തിന് മറുപടി പറയുന്നു, സംശയം തീർക്കുന്നു. ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ ഇത് എല്ലാ ജാതി മതത്തിലും പെട്ട ആളുകളാണ്. നമ്മളൊക്കെ ഒന്നാണ്, മനുഷ്യരാണ്. മനുഷ്യരെല്ലാം, മതങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതകളാണ്. അത് ആത്മീയതയിലേക്കുള്ള വഴിയാണ്. അത് ഓരോരുത്തരുടെയും ഓരോ മതത്തിന്റെയും വിശ്വാസമാണ്. അത് അങ്ങനെ ആയിക്കോട്ടെ, അതിനൊരു പ്രശ്നമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ്, ഒരമ്മ പെറ്റ മക്കളാണ് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ രാജ്യം അങ്ങനെ മുമ്പോട്ട് പോകും. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് അതാണ്. ഭരണഘടനയുടെ 51A 51 ക്യാപിറ്റൽ E അതിൽ പറയുന്ന തത്വം അത് തന്നെയാണ്. നാനാജാതി മതസ്ഥരുള്ള ഭാരതം, അതുപോലെ തന്നെ നാനാവിധത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഭാരതം. 900-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന നാടാണ് നമ്മുടെ രാജ്യം. 900-ൽ പരം ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. അതുപോലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു. ഇത്രയും മതവൈവിധ്യവും ഇത്രയും ഭാഷാ വൈവിധ്യവും ഉള്ള രാജ്യം ലോകത്ത് വേറെയില്ല. അങ്ങനെയുള്ളപ്പോ ഈ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് നമ്മുടെ ഭരണഘടന 51 ക്യാപിറ്റൽ AEയിൽ പറയുന്നു. അത് പൊതുവായ സാഹോദര്യത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്നാണ് ഭരണഘടന പറയുന്ന കോമൺ ബ്രദർഹുഡ്. ആ കോമൺ ബ്രദർഹുഡ്, പൊതുവായ സാഹോദര്യം, അതാണ് നമ്മൾ ഇന്ന് തെരുവിൽ കാണുന്നത്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ആ സാഹോദര്യം ഇവിടെ വിളിച്ചു പറഞ്ഞു, ഇത് നിങ്ങൾക്കാർക്കും ഉള്ളതല്ലോ, നിങ്ങളൊക്കെ എന്തിനാ സമരത്തിന് ഇറങ്ങുന്നത്? എൻ്റെ അടുത്തൊരു വലിയ ഒരാൾ ഒരുപാട് പേരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, എന്നെ ബോധവൽക്കരിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ആ ശ്രമം അങ്ങ് നിർത്തി. കാരണം ഞാൻ നന്നാവുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇത് നല്ലതാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കുറെ ശ്രമങ്ങൾ നടത്തി നോക്കി. വലിയ വലിയ ആൾക്കാരാണ് വിളിച്ചത്. എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ഇതിലെ മുസ്ലിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരാൾ ചോദിച്ചാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉടനെ ഉണ്ടാവും. അല്ല, ഇവിടുത്തെ പൗരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇത് കണ്ടാൽ കുഴപ്പമൊന്നും വരത്തില്ല, പക്ഷെ ഇവിടുത്തെ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം വരും. എല്ലാ വിദേശ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാർക്ക് പറഞ്ഞേക്കുന്ന അങ്ങോട്ട് പോകണ്ട, ടൂറിസം, നിങ്ങൾ എവിടെ സന്ദർശിക്കാൻ പോകേണ്ട കാര്യമില്ല, പോകാൻ പാടില്ല, കാരണം ഇവിടെ നടക്കുന്ന ബഹളമാണ്. ഇതാണ് കാര്യം. ഇത് ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ജനങ്ങളെ അകറ്റാൻ എങ്ങനെയൊക്കെ മാനസികമായിട്ട് പരസ്പരം അകറ്റാം മതത്തിന്റെ പേരിൽ എന്നുള്ളത് പണിഞ്ഞു നോക്കിയില്ലേ?
ആൾക്കൂട്ടക്കൊലകൾ നടത്തിയില്ലേ ധാരാളം? പശുവിന്റെ പേരിൽ എന്തുമാത്രം ആളുകളെ ഉപദ്രവിക്കേണ്ടതായിട്ട് വന്നു, ഉപദ്രവിച്ചു. അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ അങ്ങ് വിട്ടു. കാരണം ഇപ്പൊ പശു ഒന്നും എറിക്കുന്നില്ല നോക്കിയപ്പോ. അപ്പോഴാണ് ഈ പുതിയ തന്ത്രം. ഒരു BJP MP പ്രസംഗമാണ് എൻ്റെ കയ്യിലുണ്ടത് വന്നേക്കുന്നത്. അതായത് അയാൾ പറഞ്ഞത് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. 2024 ഡിസംബർ 31-നകം ഇവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും ഇവിടെ കാണത്തില്ല. ഇതാണ് പറഞ്ഞത്. ഇതാണ് കാര്യം. അപ്പൊ കാഴ്ചപ്പാടൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അത് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ട് 1946 ജീവിച്ച 46 നീമോളാർ, അതായത് മാർട്ടിൻ നീമോളാർ എന്ന് പറയുന്ന ഒരു ലുഥേറൻ പാസ്റ്റർ, ജർമ്മൻ ലുഥേറൻ പാസ്റ്റർ, അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹം ഒരു ചെറിയ കുറച്ച് വരികൾ എഴുതി, ഇത്രയേ ഉള്ളൂ. അത് ഹിറ്റ്ലറെ കളിയാക്കിക്കൊണ്ട് എഴുതിയതാണ്. അവർ ആദ്യം തേടിയെത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ ആയിരുന്നു. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അവർ പിന്നീട് തേടിയെത്തത് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസ്റ്റുകളെയാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തേടിയെത്തിയത് ഇവിടുത്തെ ജൂതന്മാരെയാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. പക്ഷെ അവസാനമായി അവർ തേടിയെത്തിയത് എന്നെയാണ്. ഞാൻ ചുറ്റും നോക്കി, എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു, തീർന്നു. ഇതാണ് കാര്യം. ഇത് മനസ്സിലാക്കണം നമ്മുടെ സഹോദരങ്ങളെല്ലാം. പ്രതികരണമില്ലെങ്കിൽ, പ്രതികരണശേഷി ഇല്ലെങ്കിൽ, പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളെ അല്ലല്ലോ പ്രശ്നം, എന്റെ അടുത്തിരിക്കുന്നവന്റെ അല്ലേ, അയൽക്കാരന്റെ അല്ലേ, അത് സാരമില്ല, അവന്റെ ശല്യം തീരുവല്ലോ. ഇത് കണക്കാക്കിയാൽ അവസാനം തേടിയെത്തുന്നുണ്ടല്ലോ നമ്മളെ തന്നെ ആയിരിക്കും. ഈ ഒരു കാഴ്ചപ്പാട് ഓരോ സഹോദരങ്ങൾക്ക് വേണം. ഇതിപ്പോ സഹോദരങ്ങളൊക്കെ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു, കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഗവൺമെന്റിന് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. കൂടുതൽ നാൾ അവര് പറയും, ധൈര്യമായിട്ട് ഞങ്ങൾ സംഭരിച്ച് കാണിക്കും. അത് വിഡ്ഢികൾ ചെയ്യുന്ന കാര്യമാണ്. അതായത് പ്രതിഷേധം കൂടുതൽ വരുമ്പോ ഞങ്ങൾ ഇത് ഗസറ്റ് നോട്ടിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ കാണിച്ചു തരുക എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അത് ബോധമുള്ള ആളുകൾ ചെയ്യുന്നതല്ല, പ്രവൃത്തിയല്ല. നമ്മൾ തിരിച്ചറിയണം. ഭീരുക്കൾ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ. അതുകൊണ്ടൊന്നും പരാജയപ്പെടാൻ പാടില്ല ജനങ്ങളുടെ അവകാശങ്ങൾ. ഇത് അവകാശം എന്ന് പറയുന്നത് വേറെ ഒന്നും പിടിച്ചു പറ്റാനല്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിർത്തുകയാണ്, ഒന്നും വാങ്ങിക്കാനല്ല. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാണ്. ഇന്ത്യയുടെ ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതം എന്നുള്ള പേര് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതെന്നും ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ യൂണിയൻ ഒന്നായിട്ട് തുടരേണ്ടതിന് വേണ്ടിയാണ്. ഈ ഒരു കാഴ്ചപ്പാടിന് വേണ്ടിയുള്ള ഒരു സമരം, അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണിത്. ഇത് തോക്കുകയല്ല ഒരിക്കലും. നമ്മൾ വേണം, പരാജയപ്പെടുന്ന പ്രശ്നമില്ല. പിന്നെ വേറെ കാര്യം എപ്പോഴും നമ്മൾ നോക്കണം, ഈ പരാജയപ്പെടുന്നവരുണ്ടല്ലോ, പരാജയപ്പെടുന്നവന്റെ കണ്ണീരിന്നേ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. വിജയിക്കുന്നവന്റെ വിജയാഘോഷത്തിൽ നിന്ന് പിന്നെ വിജയങ്ങളൊന്നും ഉണ്ടാകത്തില്ല, അവിടെ തീരും. അതുകൊണ്ട് പരാജയം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ആദ്യം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിലൊന്നും വഞ്ചിതകരായി പോകരുത്. ഒരുപാട് ന്യായങ്ങൾ നിരത്തിന്നിരിക്കും. ഇത് ജനങ്ങളെ സഹായിക്കാനാണ്, എല്ലാം റെഡിയാക്കി കൊടുക്കാനാണ്, രാമരാജ്യമാക്കാനാണ്. എന്ത് വേണമെങ്കിലും തന്നോട്ടെ, നമുക്ക് ആഹാരം കഴിക്കാം, എത്ര നാൾ വേണമെങ്കിലും ഭരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സമാധാനമായിട്ട് കിടന്ന് മരിക്കാനും ഉള്ള ഒരു ഇടയുണ്ടാക്കി തരണം. അത്രയും ചെയ്താൽ മതി. ജനങ്ങളോട് കാണിക്കേണ്ട ബാധ്യത അതാണ്. ഇതുകൊണ്ട് ഇതിന് വളരെ, അതായത് ജനവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം. നമ്മുടെ ഭരണഘടനയുടെ, അതായത് മാനവികത വിളിച്ചോതുന്ന 2 പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21. ആ 14 അനുസരിച്ച് എല്ലാ വ്യക്തികൾക്കും നിയമത്തിന്റെ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ മണ്ണിൽ, അതായത് സോയിൽ, നമ്മുടെ മണ്ണിൽ എല്ലാ വ്യക്തികൾക്കും, പൗരന്മാർക്കല്ല, എല്ലാ വ്യക്തികൾക്കും, അതായത് നിയമത്തിന്റെ മുൻപിൽ തുല്യതയും നിയമത്തിന്റെ തുല്യ പരിരക്ഷയ്ക്കും അവകാശമുണ്ട്. അതാണ് 14-ാം വകുപ്പ് പ്രദാനം ചെയ്യുന്നത്. 21 എല്ലാ ഒരു മനുഷ്യന്റെയും, ഒരു വ്യക്തിയുടെയും ജീവനോ അല്ലെങ്കിൽ അയാളുടെ സ്വാതന്ത്ര്യമോ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും മാനവികത വിളിച്ചോതുന്നതാണ്. അത് പൗരന്മാർക്ക് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണം. അത് ലോകത്തുണ്ടായിരുന്നു, നമുക്ക് അന്തസ്സായിരുന്നു. അതിനെയൊക്കെ മറികടക്കുന്ന, അതിനെയൊക്കെ ഹനിക്കുന്ന ഒരു നിയമമാണ് ഈ ഭേദഗതി നിയമത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭേദഗതിയൊക്കെ ഉണ്ടല്ലോ, ഇത് ഗവൺമെന്റ് പിൻവലിക്കണം.
നമുക്ക് വേണ്ടത് അതാണ്. അതായത് കോടതികൾ ഇതിലേക്ക് എടുക്കേണ്ട തീരുമാനമല്ല, വൈകാരികപരമായ കാര്യങ്ങളിൽ കോടതിക്ക് തീരുമാനിക്കാനും നോക്കുന്നില്ല. അതുകൊണ്ട് ഈ കോടതിയുടെ തീരുമാനം നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല. കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പറഞ്ഞിരിക്കട്ടെ. ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ഗവൺമെന്റ്, ഭരണകൂടം ഇത് പിൻവലിക്കണം. കാരണം ഭരണകൂടമാണ് ഈ മതനിരപേക്ഷത, നമ്മുടെ ആ അന്തസ്സുണ്ടല്ലോ, അന്തസ്സ് പാലിക്കാൻ, നമ്മുടെ വൈകാരികമായ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെടേണ്ടത് ഭരണകൂടങ്ങളാണ്. ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അത് പിൻവലിക്കേണ്ടത്. ഭരണകൂടം അത് പിൻവലിക്കണം. അതേപോലെ ILP കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റിന്റെയും ILP വിഡ്രോ ചെയ്യണം, പിൻവലിക്കണം. കാരണം ഭാരതത്തിന്റെ എല്ലാ പൗരന്മാരുടെയും അവകാശം നിഷേധിക്കാൻ പാടില്ല. എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം നമുക്ക് തരണം. ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്, ഒന്നും പിടിച്ചടക്കാനുള്ളതല്ല. ജീവിച്ചിരിക്കാൻ, അതും വേണ്ടി ഭയാശങ്കകളില്ലാതെ, പരിഭ്രാന്തിയില്ലാതെ, ആശങ്കയില്ലാതെ കിടന്നുറങ്ങാൻ നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ്. ഇതിൽ എല്ലാ സഹോദരനും പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മളൊന്ന് തിരിച്ചറിയണം. എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്, നമ്മളും എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കണം. അലക്സാണ്ടർ ഡീമസ് എന്ന് പറയുന്ന ഫ്രഞ്ച് സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ 3 മസ്കറ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു വിഖ്യാതമായ വാചകം എഴുതിയിട്ടുണ്ട് കേട്ടോ. 1 for all, all for one and all for all എന്ന് പറഞ്ഞാൽ ഒരാൾ എല്ലാവർക്കും വേണ്ടി, ഒരാൾക്കൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഉണ്ട് ബാക്കിയുള്ളൊരു ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം. എല്ലാവരും ഒരാൾക്ക് വേണ്ടി, എല്ലാവരും എല്ലാവർക്കും വേണ്ടി എന്നാവണം. നമ്മൾ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, അടുത്തിരിക്കുന്നതെല്ലാം എൻ്റെ സഹോദരനും സഹോദരിയുമാണ് എന്നൊരു കാഴ്ചപ്പാട് വേണം. ആ സാഹോദര്യം ഉണ്ടല്ലോ, അതാണ് മനസ്സിൽ വേണ്ടത്. ആ സാഹോദര്യം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇവർക്കൊന്നും മുസ്ലിങ്ങളുടെ അടുത്ത് വൈരാഗ്യം ഉണ്ടായതുകൊണ്ടൊന്നും അല്ല കാര്യം. ഇത് വേറെ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. 1923 കൊണ്ടുവന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്. ഒരു വലിയ ഒരാളെന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നതാണ്. അത് ഏറ്റെടുത്തത് ഗോൾവാൾക്കറാണ് 1946. ഗോൾവാൾക്കർ വായിച്ച പുസ്തകം ഈ ഹിന്ദുത്വം ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. എന്നിട്ട് അയാൾ പ്രഖ്യാപിച്ചു, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടുത്തെ ഭൂരിപക്ഷങ്ങളുടെ കീഴിൽ പ്രത്യേകിച്ച് യാതൊരു അധിക അവകാശങ്ങളും ഇല്ലാതെ കഴിയാം തീരുമാനിച്ചു. ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വിചാരിച്ചു? ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമല്ല. അവർ പറയുന്ന ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇതില് വരേണ്യ, അതായത് നോക്കിക്കോളൂ, ബ്രാഹ്മണ്യത്തിൽ നിന്ന് താഴോട്ടുള്ള ആളുകളൊക്കെയാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് പൗരത്വം പോലും ഇല്ലാതെ, പ്രത്യേക അവകാശങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് വോട്ടവകാശം ഇല്ല, തൊഴിലിന് അവകാശം ഇല്ല, അവർക്ക് സ്വത്തിന് അവകാശമില്ല, ഒന്നും ഒരു പ്രത്യേക യാതൊരു അവകാശങ്ങളും ഇല്ലാതെ ഇവിടെ കഴിയാം എന്നുള്ളതാണ്. ഇങ്ങനെ ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തേക്കാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ കാര്യത്തിൽ ബോധമില്ലാതൊന്നും ചെയ്യുന്നൊന്നും അല്ല. നമുക്കങ്ങനെ തോന്നുവാന്ന്. ഉറങ്ങുന്നവനെല്ലാം വിളിച്ചുണർത്താൻ പറ്റൂ, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് വിളിച്ചുണർത്താൻ പറ്റത്തില്ലല്ലോ. കള്ളം പറയണം, അത് ശരിയാണ് എന്ന് വിചാരിക്കുന്നവൻ, അവന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല ഒരിക്കലും. 10 തവണ കള്ളം പറയാ, വീണ്ടും വീണ്ടും ഒരേ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, മനുഷ്യന്റെ ബ്രെയിൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും, എടുക്കും. അതാണ് ശരി. ഇപ്പൊ ചരിത്രം തന്നെ വളച്ചൊടിച്ചോണ്ടിരിക്കല്ലേ, ചരിത്രം മാറ്റല്ലേ. ഒരാൾ പറയുന്നത് കേട്ടു, ഇന്നാള് ഒരുത്തൻ നിന്ന് അതിനകത്ത് പുലമ്പെന്ന് കേട്ടു. അതായത് താജ്മഹൽ ഷാജഹാനും ഒന്നും പണിഞ്ഞൊന്നുമല്ല. താജ്മഹൽ വേറെ ഒരാളുടെ പേര് പറയുന്നു, ഇത് മണിഞ്ഞാന്നാ പറയുന്നത്. കുത്തബ് മിനാർ, ചെങ്കോട്ട, ലാൽ കില, ആഗ്ര ഫോർട്ട്, ഇതെല്ലാം വേറെ ആളുകൾ പണി. ഇതാണ് ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ചരിത്രം നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യാം? ആ കാഴ്ചപ്പാടിലൂടെയാണ് മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത ജയിപ്പിച്ച ജനങ്ങൾ അവരനുഭവിക്കും. ഇതാണ് കാര്യം. ഈ രീതിയിലോട്ട് പോകുമ്പോൾ ഇതിന് വേറെ ഒരു മാനമുള്ളത്, അതായത് ഈ സഹോദരങ്ങൾക്കൊക്കെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത മറ്റാളുകളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ബന്ധപ്പെടുന്നത് എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കണം. അതായിരുന്നു ഉദ്ദേശം. രണ്ടാമത്തെ ഉദ്ദേശം, ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവന്മാർ കൊള്ളരുതാത്തവന്മാരാണ്, രണ്ടാം കിടക്കാരന്മാരാണ്, അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേ തത്വം ബ്രിട്ടീഷുകാർ തുടർന്ന, ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നവർ അത് തന്നെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വോട്ടിനിട്ട് തള്ളിക്കളഞ്ഞ കാര്യമാണിത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ ചർച്ച വന്നപ്പോ
അത് എല്ലാം അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, കാരണം ഒരുപാട് സമയമെടുക്കും. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഇരിപ്പുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഇത് തള്ളിക്കളഞ്ഞതാണ്, ചർച്ച വന്നതാണിത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമായിരിക്കണം എന്നൊരു ചർച്ച അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ 2-3 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്തിട്ട് പറഞ്ഞു. അവസാനം കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ആണ് അതിന് തീർപ്പാക്കിയത്. അദ്ദേഹം അവസാനം പറഞ്ഞത്, പിന്നെ അതിന് ചർച്ച ഉണ്ടായില്ല, അദ്ദേഹം അവസാനം പറഞ്ഞത്, ഭാരതത്തിന്റെ പൗരത്വം തീരുമാനിക്കുന്നത് ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുതെന്ന് തീരുമാനമെടുത്ത് വോട്ടിനിട്ട് മറ്റേത് തള്ളിയതാണ്. ആ വോട്ടിനിട്ട് തള്ളിയ കാര്യം ഇപ്പോ പിൻവാതിലൂടെ നമ്മുടെ പാർലമെന്റ് കൊണ്ട് വോട്ടിട്ട് പാസ്സാക്കിച്ച് ഇവിടെ കൊണ്ടുവന്നേക്കാണ് നിയമമായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. അതുകൊണ്ടാണ് ഈ ജയിപ്പിച്ച ജനങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഈ കാര്യം ചിന്തയില്ല നമ്മൾ, കാരണം പ്രതികരണശേഷി ഇല്ലാത്ത ജനങ്ങളുള്ള വിഭാഗമുള്ള സ്ഥലമുണ്ടല്ലോ, അതേത് രാഷ്ട്രമായാലും രാജ്യമായാലും അവസാനം പ്രതികരണശേഷി ഇല്ലെങ്കിൽ ജനാധിപത്യം ഏകാധിപത്യത്തിനും സ്വേച്ഛാധിപത്യത്തിനും വഴിമാറിക്കൊടുക്കും. അത് ചരിത്രമാണ്. അപ്പൊ അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടരുത് ഒരിക്കലും. ഇവിടെ ഇപ്പം നമ്മൾ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവിടെ ബജറ്റിന്റെ ചർച്ച വന്നു. ഇവിടുത്തെ ധനസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ്. ഇവിടെ നമ്മൾ താഴോട്ട് കൂപ്പുകുത്തി കുഴിക്കുള്ളിലാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് അത്രത്തോളം ഞെരുക്കമാണ്, സാമ്പത്തിക പരാധീനത മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇവിടെ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നപ്പോൾ അത് യാതൊരു ബോധവും ഇല്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ മണ്ടൻ തീരുമാനത്തിലൂടെ നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തിക നട്ടൽ ഒടിച്ചതാണ്. അതിന് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന 25 വർഷം കൊണ്ട് പോലും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഭാരതം കരകയറത്തില്ല എന്നാണ്. അതാണ് പറയുന്നത്. കാരണം അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ലോകത്തുണ്ടാക്കി വെച്ചു, നമ്മുടെ രാജ്യത്തുണ്ടാക്കി വെച്ചു. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ എല്ലാ ജനങ്ങളെയും സഹായിക്കാനാണ്. ഇവിടുത്തെ പാവങ്ങളുടെ കാര്യം ആദ്യം നോക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും കാര്യം നോക്കട്ടെ. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കണ്ണീരൊപ്പാൻ ആദ്യം നോക്കട്ടെ, അവർ പട്ടിണി കിടക്കാതിരിക്കട്ടെ. ഇവിടെ നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശമാണല്ലോ ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്. 21ാം അനുച്ഛേദം പറയുന്നു ഭരണഘടന, ജീവിക്കാനുള്ള അവകാശം. ആ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് 5 കാര്യങ്ങളാണ്: ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം. ഇത് 5 ഇതിന് ഓരോ പൗരനും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും, പൗരനല്ല വ്യക്തിക്ക് അവകാശമുള്ളതാണ് ഈ റൈറ്റ് ടു ലൈഫ്. പൗരന് മാത്രമല്ല, ഇന്ത്യയുടെ മണ്ണിൽ ഏത് വ്യക്തിയുണ്ടോ അയാൾക്ക് അവകാശമുള്ളതാണ് ആഹാരം. ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്ന ലക്ഷങ്ങൾ നമ്മൾ കാണാം ഇന്ത്യയിൽ. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്ത പാവങ്ങൾ, ഇവിടെ ഒരു തുണി ഉടുക്കാൻ വസ്ത്രമില്ലാതെ കഴിയുന്ന ആളുകൾ. നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, കാരണം നമുക്ക് തുണി മാറി ഉടുക്കാൻ നമുക്കുണ്ട്. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ, ബീഹാറിലും UP-യിലും ഒക്കെ ഒന്ന് പോയി നോക്കിക്കോളൂ, രാവിലെ അതിലേ ഒന്ന് പോയിക്കോളൂ, ഏതെങ്കിലും യാത്ര ചെയ്ത് നോക്കിക്കോളൂ. കൂനിപ്പിടച്ച് തീ കാഞ്ഞിരിക്കുന്ന പാവങ്ങൾ, ഒരു മേൽമുണ്ട് പോലും ഇല്ല, ഒരു കീറത്തുണി എടുത്തുകൊണ്ടിരിക്കുന്നവർ, ദരിദ്ര നാരായണന്മാർ, അവരുള്ള ഭാരതം. വസ്ത്രമില്ലാത്തവർ, ജീവിച്ചിരിക്കാൻ മരുന്ന്, ആഹാര സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം, ജീവിച്ചിരിക്കാൻ മരുന്ന് കഴിക്കാൻ നിവർത്തിയില്ലാത്ത ലക്ഷങ്ങൾ, അവരുള്ള രാജ്യം. വിദ്യാഭ്യാസം ശരിയായിട്ട് കിട്ടാത്ത കുഞ്ഞുങ്ങൾ, അവരെ പഠിക്കാനും ഒന്നും മാർഗമില്ല, ഒന്നിനും മാർഗമില്ലാത്ത ആളുകൾ. ഇതൊക്കെ നോക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ അമ്പലങ്ങൾ പണിയുക, പള്ളികൾ പണിയിപ്പിക്കാൻ ശ്രമിക്കുക, അതിന് ലക്ഷങ്ങളും കോടികളും, ലക്ഷങ്ങളല്ല കോടികൾ ചെലവാക്കുക, പൗരന്റെ വക പണം. പ്രതിമകൾ ഉയർത്തുക, കോടികൾ മുടക്കി, 2000-3000 കോടികൾ മുടക്കി ഏറ്റവും വലിയ പ്രതിമകൾ ഉണ്ടാക്കുക. ഇന്ത്യയുടെ ഏത് മുക്കിലും മൂലയിലും ഭാരതത്തിന്റെ ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് നമുക്ക് മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാനുള്ള അവകാശം. ആ സ്വാതന്ത്ര്യം ഇപ്പോൾ ഉണ്ടോ ഏതെങ്കിലും പൗരന്? ആ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു. എല്ലാ മൗലികാവകാശങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളും, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അധപ്പതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അപ്പൊ മനുഷ്യൻ എവിടുന്ന് നീതി കിട്ടും? എവിടുന്നാണ് ഈ പാവപ്പെട്ടവന്റെ കണ്ണീരാര് തുടയ്ക്കും? അതിന് പകരം ഇതേപോലുള്ള മണ്ടൻ തീരുമാനങ്ങൾ രാത്രിയുടെ മറവിൽ കൊണ്ടുവരികയാണ്. അത് രാത്രിയുടെ മറവിൽ അത് നടപ്പാക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ പോലും രാത്രിയിലാണ് വരേണ്ടത്. അത് നമ്മൾ ചിന്തിക്കേണ്ട, ഇതിന്റെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കുന്നു. ഇത് ആരെ സഹായിക്കാനാണ്? ആരെയും സഹായിക്കാനല്ല, സഹായിക്കുന്നതായിട്ട് കാണിക്കണം, എന്നിട്ട് ഭിന്നിപ്പിച്ച് നിർത്തണം.
ബാബറി മസ്ജിദിന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞു. കാരണം അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും കോടതി, മുസ്ലിങ്ങൾ അത് പലപ്പോഴും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, പക്ഷെ കോടതിയുടെ തീർപ്പായതുകൊണ്ട് മുസ്ലിങ്ങൾ അത് സഹിച്ചു പോയി, അവിടെ അവസാനിച്ചു. ഇനി അതിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർപിരിച്ച് നിർത്താൻ ഒക്കുന്നില്ല എന്ന് മനസ്സിലായി. അടുത്ത ഇലക്ഷൻ ഇത് പറയാൻ പറ്റുമോ? ഇനി ബാബറി മസ്ജിദിന്റെ കാര്യം ഒന്നും പറയാൻ ഒക്കത്തില്ല. കാരണം ഇവിടെ അതിന് ലഹളയും വഴക്കമൊന്നുമില്ലല്ലോ. ആ കാര്യം തീർന്നതാണ്, അത് പോയി, അത് അങ്ങ് കളഞ്ഞേക്കണം. ഇനി അടുത്തത് ഓരോന്ന് കൊണ്ടുവരികയാണ്. അതുപോലെ മുത്തലാഖ് ബില്ല് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. സുപ്രീം കോടതി പറഞ്ഞു മുത്തലാഖിനെ സംബന്ധിച്ചിടത്തോളം മുത്തലാഖ് വിലയില്ലാത്തതാണെന്നും അനിസ്ലാമികമാണെന്നും ഖുറാനിക്കല്ലെന്നും അതേപോലെ തന്നെ മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടില്ല എന്നും സുപ്രീം കോടതി കണ്ടു. സുപ്രീം കോടതി പ്രഖ്യാപിച്ചതാണ്, അതോടുകൂടി അത് തീർന്നതാണ്. അപ്പോൾ ഒരു നിയമം, മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ഒരു നിയമം കൊണ്ടുവന്നേക്കാണ്, മുത്തലാഖ് മൂലം വിവാഹബന്ധം വേർപെടുത്തിയാൽ അവനെ പിടിച്ച് ജയിലിടുക. ഒന്ന് ആലോചിച്ചോളൂ, എന്തെങ്കിലും വിവരം തലയിലുള്ളവരാണോ ഇത് കൊണ്ടുവരുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് എന്തിനാണ്? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനസമൂഹമാണ് ഇവരെ അധികാരത്തിൽ കയറ്റുന്നത്. അധികാരത്തിൽ കയറ്റി കഴിയുമ്പോഴോ ഇനി ഈ അധികാരത്തിൽ കയറ്റിയവന്മാരൊന്നും പൗരന്മാരല്ലെന്നാ പറയുന്നത്. അതാണ് അടുത്ത പ്രശ്നം. പിന്നെ നമ്മുടെ ഭാരതം കടക്കണിയിലാന്ന് ഞാൻ പറഞ്ഞില്ല, അത്രത്തോളം വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ടിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂപ്പുകുത്തി ഇങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോൾ അതിൽ നിന്ന് ആളുകളെ ശ്രദ്ധയൊന്ന് മാറ്റണ്ടേ? ആ ശ്രദ്ധ മാറണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടി ഉണ്ടാക്കണം, എന്നാലേ ശ്രദ്ധ മാറുള്ളൂ. ഇപ്പൊ നമ്മൾ മുഴുവൻ പൗരന്മാരല്ല എന്ന് പേടിച്ച് അശാന്തിയിലും പരിഭ്രാന്തിയിലുമായിട്ട് ജനങ്ങൾ ഇവിടെ നടക്കല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടോ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ? ഇല്ല. കാരണം നമ്മൾ ഇരിക്കുന്നിടം, നമ്മൾ കിടക്കുന്നിടം, നമ്മുടെ മണ്ണ്, ഇവിടെ താമസിക്കുന്ന കാര്യം ആലോചിക്കുമോ? അതോ ഇന്ത്യയുടെ, ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമോ? ആരുടെയും ശ്രദ്ധ ഇതിൽ വരാൻ പാടില്ല. അതാണ് പ്രശ്നം. വളരെ നല്ല വാചകങ്ങളിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഉണ്ടല്ലോ, ഇന്ത്യയെ നല്ല വാചകങ്ങളിൽ കഴിഞ്ഞ 2 മുമ്പ് നന്നായിട്ട് ആക്ഷേപിച്ചല്ലോ. അത് ചോദിച്ചു വാങ്ങിയതാ, എരന്ന് വാങ്ങിച്ചതാണ്. അയാൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അയാൾ ഭാരതത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല. അയാൾ പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്തുനിന്ന് പോയ ആളുകളാണ് പ്രശ്നമെങ്കിൽ, ഞങ്ങളുടെ രാജ്യത്തുനിന്ന് പോയ ജനങ്ങളാണ് പ്രശ്നമുണ്ടെങ്കിൽ അവരെ ഇനി അയച്ചോളൂ. ഞങ്ങളുടെ രാജ്യത്തുനിന്ന് പോയ മുസ്ലിങ്ങളെന്നല്ല അവർ പറഞ്ഞേ, ജനങ്ങളെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ അവരുടെ മതനിരപേക്ഷത നമ്മൾ വകവെക്കണമെന്ന്. അവർ പറഞ്ഞ അത്രേ പറഞ്ഞുള്ള അയാൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ ദരിദ്ര രാഷ്ട്രമൊന്നും അല്ല. ഞങ്ങളുടെ GDP എന്ന് പറയുന്നത് 8.15 ഇപ്പൊ ശരിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ GDP ഉള്ളത് ബംഗ്ലാദേശിനാണ്. സാമ്പത്തിക വളർച്ച അവർക്ക് തന്നെയാണ്. ഇന്ത്യയുടെ 4.2 ഇപ്പൊ അത് അന്നൊക്കെ കീഴിപ്പോയി കാണും. അപ്പൊ അയാൾ പറയാതെ പറഞ്ഞതാണ്, ഭാരതത്തിന്റെ പേര് പറഞ്ഞില്ല. അയാൾ അടുത്തത് പറഞ്ഞത് ഞങ്ങളുടെ പ്രതിശീർഷ വരുമാനം $2000. ഇന്ത്യയുടെതോ $200. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ വ്യത്യാസം. പണ്ട് ഞങ്ങൾ ദരിദ്ര രാജ്യമായിരുന്നു ഒരു 4-5 വർഷം മുമ്പ് വരെ. കാരണം 43% ആളുകൾ ബംഗ്ലാദേശിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ, ബിലോ പോവർട്ടി ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് 13% കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 18%. ഇതിൽ കൂടുതൽ ആക്ഷേപിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ ബംഗ്ലാദേശിനെ പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചാണ്. ഇതുപോലാണ് ഓരോ രാഷ്ട്രങ്ങളിലും നമ്മളെ കാണുന്നതെന്ന്. മുമ്പ് നമുക്ക് ഭാരതീയ പൗരൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ രാജ്യം എന്നുള്ള ഒരു ഖ്യാതി കൊണ്ട് നമുക്ക് ആ ഒരു അന്തസ്സുണ്ടായിരുന്നു നമുക്ക്. ഇന്നതെല്ലാം കൈമോശം വന്നില്ലേ? സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. വാങ്ങി വിളിക്കാൻ സമയം തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയേക്കാം. അതായത് ലിയോ ടോൾസ്റ്റോയ്, മഹാനായ ഫ്രഞ്ച് സാഹിത്യകാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു ചെറുകഥാ രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ടോൾസ്റ്റോയ് ഒരു ദിവസം മോസ്കോയിലെ തണുത്ത പ്രഭാതത്തിൽ നടക്കാനിറങ്ങാണ്. അദ്ദേഹം തെർമൽ വെയർ, ചൂടുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടുണ്ട്, അതിന്റെ മേളിൽ കോട്ടുകൾ അണിഞ്ഞിട്ടുണ്ട്, എല്ലാം കൊണ്ട് ഇറങ്ങി റോഡിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഒരു ഭിക്ഷക്കാരൻ എഴിഞ്ഞു വരുന്നു കേട്ടോ, ഒരു യാചകൻ എഴിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ഒരു കാലേ ഉള്ളൂ, ഒരു കാല് മുറിച്ചു മാറ്റപ്പെട്ടതാണ്, ക്രച്ചസ് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ. അയാൾ എഴിഞ്ഞു വന്നുമ്പോൾ അയാളുടെ കീഴ്പ്പറഞ്ഞ വസ്ത്രം, ദേഹമാസകലം വ്രണം. അയാൾ ടോൾസ്റ്റോയുടെ മുമ്പിൽ വന്ന് കൈ നീട്ടി. ടോൾസ്റ്റോയുടെ മനസ്സലിഞ്ഞു. ഭിക്ഷയാഴ്ചയാണ്. കോട്ടിലെ പോക്കറ്റ് എല്ലാം തപ്പി നോക്കി, പക്ഷേ നടക്കാനിറങ്ങിയതല്ലേ, ഒരു നാണയത്തൂട്ട് പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഇളിഭ്യനായി നിരാശനായി ടോൾസ്റ്റോയ് ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞു,
സഹോദര എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാനൊന്നും എടുത്തില്ല. ആ യാചകൻ പറഞ്ഞ മറുപടിയാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയത്. അതിന് നിങ്ങളെല്ലാം എനിക്ക് തന്നില്ലേ? അല്ല, ഞാനൊന്നും തന്നില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതാ തരാഞ്ഞത്. അല്ല, നിങ്ങളെല്ലാം എനിക്ക് തന്നല്ലോ, നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചില്ലേ? ഈ ലോകത്ത് എന്നെ സഹോദര എന്ന് വിളിക്കാൻ എനിക്ക് ആരുമില്ല. അപ്പൊ ആ സഹോദര എന്നുള്ള ആ വിളിയുണ്ടല്ലോ, സംബോധന, അതിൽ മാത്രം ആ യാചകൻ അയാളുടെ ദുഃഖങ്ങൾ, വൈകല്യം, അയാളുടെ ബുദ്ധിമുട്ടുകൾ, സങ്കടം, അസുഖം, പട്ടിണി, ഇതെല്ലാം അയാൾ മറന്നതാണ്. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ സാഹോദര്യമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എല്ലാവരുടെയും ആഘോഷങ്ങൾ, ഇവിടുത്തെ ഓണം, ദീപാവലി, അതേപോലെ തന്നെ പെരുന്നാൾ, ക്രിസ്മസ്, ഇതെല്ലാം എല്ലാവരുടേതുമായിരിക്കണം. ഒരു വിഭാഗത്തിൻ്റെതല്ല, എല്ലാ മനുഷ്യരുടെയും, നമ്മുടേത്. എല്ലാ ആരാധനാലയങ്ങളും എല്ലാവരുടേതുമായിരിക്കണം. എല്ലാം സംരക്ഷിക്കപ്പെടണം. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടെങ്കിൽ ഏത് ശക്തിക്ക് നമ്മളെ പിരിക്കാൻ പറ്റും, അകറ്റാൻ പറ്റും. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയാലുണ്ടല്ലോ ഈ ബലമുണ്ട്. ഒരു ഭരണകൂടത്തിനും ഇതുപോലെ ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കൂടുതൽ ആൾ അത് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് പോകുക. പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും വേണ്ട. പിന്നെ നമുക്കിതിനെ എതിർക്കാൻ അവകാശമുള്ളതുപോലെ മറ്റാളുകൾക്ക് ഇതിന്റെ ഒരു ചെറിയ പക്ഷത്തിനെങ്കിലും ഇതിനെ അനുകൂലിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെയാണ്. അത് അവരുടെ ന്യായമായ അവകാശമാണ്. നമ്മൾ അതിനെ ഹനിക്കാൻ പോകരുത്. ആ പാവങ്ങൾ തിരിച്ചറിവ് വരുമ്പോ അവര് നമ്മളോടൊപ്പം വന്ന് ചേരും. അത് മതി നമുക്ക്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കരുത്, ആരെയും ഒരു പ്രശ്നങ്ങളും ഈ സംഘികൾ എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ സഹോദരങ്ങളാണ് അവരിപ്പോ തെറ്റിപ്പോയവരാണ്. അവര് ഇതിന്റെ പുറയിൽ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ കൊഴ കാണിച്ചു കൊണ്ടുപോകുന്ന അവരെ കൊണ്ടുപോവാണ്. അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹമാണ്. അവർ തിരിച്ചു വരും. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ അല്ലാതാവത്തില്ലല്ലോ അവര്. അപ്പൊ അവര് നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള കാഴ്ചപ്പാട് വേണം. അവര് നമ്മളെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, ആക്ഷേപിച്ചോട്ടെ, അതിന് പ്രതികരിക്കാനുള്ള സമയമല്ല ഇത്. നമുക്ക് നമ്മുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ അവരുടെ അതിന് മറുപടി പറയാനുള്ള സമയമൊന്നും അല്ല ഇത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം.